ഹലോ. അപ്പൊ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയാലോ? ഇതിനെ ക്രാഫ്റ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതൊക്കെ പോട്ടെ. ഈ സാധനം എന്താന്ന് മനസ്സിലായോ? ഫോട്ടോ ഫ്രെയിം പോലെയൊക്കെ ഇരിക്കും. അപ്പൊ ഇതിനെ ഒന്ന് മിനുക്കിയെടുത്ത് എൻ്റെ റൂമിന് ചേരുന്ന രീതിയിലാക്കുക. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ബേസ് ആയിട്ട് വൈറ്റ് അടിച്ചു കൊടുക്കുന്നത്. അതിന്റെ മണ്ടയ്ക്ക് ഒരു ലൈറ്റ് കളറിൽ ഏതെങ്കിലും ഒരു പെയിന്റ് അടിച്ചു കൊടുക്കാന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ ആ വൈറ്റ് ഒരു കോട്ട് അടിച്ചിട്ടും അതിന്റെ ആ ഒരു ഗ്രീനിഷ് അത് മാറുന്നുണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ ഉണക്കാൻ വെച്ചിട്ട് ഒന്നുകൂടെ അടിച്ചു കൊടുക്കാന്ന് വെച്ചു. എന്നിട്ട് മറ്റേ പാർട്ട് എടുത്ത് വെച്ച് ചെയ്തു. അതൊക്കെ ചെയ്ത് ഫുള്ള് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേത് ഒരുമാതിരി ഉണങ്ങി. അന്നേരം ഞാൻ അതിന്റെ മണ്ടക്കോട്ട് നെക്സ്റ്റ് കോട്ടും അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ കോട്ടും അടിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്ര കോട്ട് അടിച്ചാലും അതിന്റെ മണ്ടയ്ക്ക് ആ ഒരു ടെക്സ്ചർ കാണും. അതുപോലെ തന്നെ അകത്തുനിന്ന് ആ ഗ്രീനും കാണാന്ന്. അപ്പോൾ അതൊരു പേസ്റ്റൽ ഗ്രീനിന്റെ വൈബ് തരുന്നുണ്ടായിരുന്നു. പിന്നെ അതിന്റെ മണ്ടക്കോട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിന്റെ ആ ഒരു വൃത്തികേടൊന്നും അറിയാതിരിക്കാൻ ഞാൻ ഹേർട്ടിന്റെ ഇങ്ങനെ വരച്ചു കൊടുത്തു. എന്നിട്ട് എൻ്റെ ആദ്യത്തെ അബദ്ധം ഇതായിരുന്നു. ആ ഹേർട്ടിന്റെ വലിപ്പം കൂടിപ്പോയി എന്ന് കരുതി അതിന്റെ മണ്ടയ്ക്ക് വൈറ്റ് പെയിന്റ് അടിച്ച് അതിന്റെ മണ്ടയ്ക്ക് ഒന്നുകൂടെ വരയ്ക്കാന്ന് വെച്ചാൽ ചെയ്തതാ. ആ പെയിന്റ് രണ്ടും മിക്സ് ആയിട്ട് അത് പിങ്ക് കളറായി. എൻ്റെ രണ്ടാമത്തെ അബദ്ധം ഞാനത് അവിടെ നിർത്തണമായിരുന്നു. ഞാൻ നിർത്തിയില്ല. പിന്നെയും പിന്നെയും ചെയ്ത് അവിടെ മൊത്തമാക്കി. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇവിടെ ഒന്നും തീരൂലെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനിപ്പോൾ വരയ്ക്കാൻ നിൽക്കണതിന്റെ മണ്ടയ്ക്ക് എന്തെങ്കിലും ഒട്ടിച്ച് വെക്കായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്. അപ്പുറത്തെ ടിഷ്യൂ പേപ്പർ ഇരിക്കുന്നത് കണ്ട് ഒന്നും നോക്കില്ല. പണ്ടത്തെ 5 മിനിറ്റ് ക്രാഫ്റ്റ് ഒക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും ഇതെന്തോ സംഭവം എന്ന്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കുന്നത്. ആ സമയത്ത് ടിഷ്യൂ പേപ്പർ ഒന്നും ഇല്ലാഞ്ഞ കാരണം കുറേ നാൾ മുമ്പ് ഞാനിത് ബോണ്ട് പേപ്പർ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല കട്ടിയായിരുന്നു, നല്ല ക്വാളിറ്റി ആയിരുന്നു. അപ്പോൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്തത് ഈ ടിഷ്യൂ പേപ്പറിൽ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ തുമ്പത്ത് ബ്ലഷ് ഇടുമായിരുന്നു. അന്ന് എനിക്ക് ബ്ലഷ് ഇടാൻ പറ്റാത്ത കാരണം ഞാനത് രണ്ട് സൈഡും കളർ വെള്ളത്തിലൊക്കെ മുക്കി വെച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിപ്പം വലിയ ടൈമില്ലാത്ത കാരണം പെട്ടെന്നായതുകൊണ്ടും അതുപോലെ തന്നെ ബ്ലഷ് വെച്ച് ചെയ്യാമെന്ന് വെച്ചു. ഇത്രയും കണ്ടെന്ന് മനസ്സിലാകും ഇത് ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് 2 ടിഷ്യൂ പേപ്പർ എടുക്കുക, നടുക്കൂടെ മുറിച്ച് അതൊന്ന് മണ്ടയ്ക്ക് മണ്ടയ്ക്ക് വെച്ച് കൊടുത്ത് സിക്സാക്ട് പൊസിഷനിൽ മടക്കി എടുത്തിട്ട് ഇങ്ങനെ ഓരോ പേപ്പറായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇല്ല ജമന്തി പൂവൊക്കെ പോലെ ഇങ്ങനെ തിക്കായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ഫ്ലവറായിട്ട് കിട്ടും. എന്നിട്ട് ആ വൃത്തികേട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നത് അതൊന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് പിന്നെയും വൈറ്റ് അടിച്ച് പിന്നെയും ആ ഡിസൈൻ ചെയ്യുന്നതായിരുന്നു നല്ലതെന്ന് തോന്നി. പിന്നെ ആദ്യത്തെ ആ ലുക്കിനെക്കാട്ടിലും ഭേദമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനം.